ഞാൻ പറയുന്ന RSS ഏതാണ്ട് ഒരു 100 കൊല്ലത്തോളം ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ 100 കൊല്ലത്തിനിടയിൽ അവർക്ക് അവരുടേതായ ഒരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. അവര് പിന്നെ ഒരുപാട് ശാഖകൾ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം ശാഖകളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് RSS. ചിട്ടയോടുകൂടി വ്യവസ്ഥാപിതമായി ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ നീങ്ങുന്നു. ഉദാഹരണമായിട്ട് മാറാട് സംഭവം നടന്ന ഉടനെ വേണമെങ്കിൽ അവർക്ക് കോഴിക്കോട് നഗരം ഒന്നടങ്കം കൊള്ളയടിക്കാനും നശിപ്പിക്കാനും തകർക്കാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതിന് മാത്രം മുസ്ലിം ബിസിനസ്സും സാന്നിധ്യമുള്ളൊരു നഗരം അതിൻ്റെ തൊട്ടടുത്താണ് നടന്നത്. അവരത് ചെയ്തിട്ടില്ല. അവർക്ക് എല്ലാത്തിനും അതിനെ പ്രശംസിച്ച് പറയില്ല. അവരുടെ ആശയങ്ങളോടും ചില ഇതിനോടൊക്കെ എനിക്ക് എന്നെപ്പോലുള്ളവർക്ക് വിരുദ്ധാഭിപ്രായം ഉണ്ടെങ്കിൽ പോലും വളരെ കേരളത്തിൻ്റെ ആ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ മോഹൻ ഭാഗവത് ഈയിടെ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ അതിനെ അടിവരയിടുകയും സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു. മുസ്ലിങ്ങളോട് ഇന്ത്യ വിടണമെന്ന് പറയുന്നവർ ഹിന്ദുക്കളല്ല. യഥാർത്ഥത്തിൽ മുസ്ലിം നേതൃത്വം വേണ്ടിയിരുന്നത് ആ കാര്യത്തിനോട് അക്കാര്യത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയും എന്താണ് താങ്കൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത് അതിനൊന്ന് വികസിപ്പിച്ച് പറയണം. അത് മുസ്ലിം നേതൃത്വത്തിലെ പോരായ്മ. അത്രയും വിശാലമായ ഒരു മനുഷ്യൻ പറയുമ്പോൾ നമ്മൾ അതിനെ വിലയിരുത്തേണ്ടതുണ്ട്. ഇവിടെ ബാബു പറഞ്ഞതിൽ കുറേ ശരികളുണ്ട്. അതായത് ബാബരി മസ്ജിദ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, ആ ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം അത് മുസ്ലിങ്ങളുടേതാണെന്ന് കോടതി വിധി വന്നാൽ പോലും അത് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈകാരികമായ പ്രശ്നമാണ്. മുസ്ലിങ്ങൾക്ക് മറ്റൊരു ആരാധനാലയം ഉണ്ടാക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അതിന് പകരം സ്ഥലം തരാനും അവർ തയ്യാറാണ് എന്ന് വളരെ ശക്തമായി മുസ്ലിം പക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആ സമയം കണ്ട് വരുമ്പോൾ ബാബരി മസ്ജിദ് എന്ന് പറയും. അല്ലാത്തതൊന്നും അവർക്ക് പ്രശ്നമില്ല. പിന്നെ അദ്ദേഹം ആർവി ബാബു പറഞ്ഞ ഒരു ശരിയായ സംഗതി, ഒരു ശരിയായ ഡയലോഗിന് മുസ്ലിം സമുദായം തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ശരിയായിരിക്കും. വടക്കേ ഇന്ത്യയിൽ, അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ നേതാക്കന്മാരും RSSകാരും അന്ന് നിരോധിക്കപ്പെട്ട സമയത്ത് ജയിലിലകപ്പെട്ടു. അവിടെ വെച്ച് അവർ വളരെ സൗഹാർദ്ദപൂർവ്വം ഒരുപാട് ദിവസങ്ങളോളം അവരൊന്നിച്ച് താമസിക്കുക, വളരെ സൗഹാർദ്ദത്തിലായി. എന്നിട്ട് നാഗ്പൂരിലെ RSS കാര്യാലയത്തിൽ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായ മുഹമ്മദ് യൂസുഫ് സാഹിബ് എന്ന് പറയുന്ന സാത്വികനായ മനുഷ്യൻ, അദ്ദേഹത്തിന് അവിടെ ആ RSS കാര്യാലയത്തിൽ നമസ്കരിക്കാൻ വേണ്ടി മുസല്ല എന്ന് പറയുക മുമ്പിൽ ഒന്ന് വിരിക്കുക. അത് RSS നേതാവ് കൊണ്ട് വിരിച്ചു. ഏത് ദിശയിലേക്കാണെന്ന് ചോദിച്ചു. അത്ര വരെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന RSSകാര് നമ്മളുമായിട്ട് സൗഹാർദ്ദത്തിൽ ഞാൻ പല RSS നേതാക്കന്മാരായിട്ട് എനിക്ക് ബന്ധമുണ്ട്. വളരെ മാന്യമായ സ്നേഹത്തോടു കൂടി നമ്മളോട് പെരുമാറുന്ന, അപ്പൊ കൊമ്പ് ഉണ്ടാക്കി അവരോട് കുത്തുകൂടാൻ വേണ്ടി തന്നെ നിൽക്കുന്ന സ്വഭാവത്തിന് പകരം അർത്ഥവത്തായ ചർച്ചക്കും അതുപോലെയുള്ളതായ കാര്യങ്ങൾക്കും ഈ കേരളത്തിലെ സമുദായ നേതൃത്വം അതിന് തയ്യാറാവേണ്ടതാണ് എന്ന ആർവി ബാബുവിന്റെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. ഇപ്പോഴും ആ ഒരു സന്നദ്ധത അങ്ങനെ ഈ കേരളത്തിലെ അന്തരീക്ഷം ഇത് ആശയപരമായി അത് രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായ രീതിയിൽ പ്രചരണം നടത്തുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. സൗഹാർദ്ദത്തിലൂടെ RSS പറയുന്നതിലെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടും മുസ്ലിങ്ങൾ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ പെരുമാറേണ്ടത്, കൂടുതൽ വിഭജനങ്ങൾക്കും മറ്റും. ഇപ്പോൾ ഞാൻ ഇന്ന് പോസ്റ്റ് ഇട്ടത് സയ്യിദ് അബുൽ മൗദൂദി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ്, അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ഒരു പഠന ഇതുണ്ട് ഏർപ്പെടുത്തണം, ഗോൾവാൾക്കറുടെയും സവർക്കറുടെയും പേരിൽ ഉള്ളതുപോലെ. കാരണം അദ്ദേഹം ഇന്ത്യ വിഭജനത്തെ എതിർത്ത ആളാണ്. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ മുസ്ലിങ്ങൾക്ക് ഒരു ഭൂരിപക്ഷമുണ്ട് എന്ന് വെച്ച് അവിടെ ഒരു രാഷ്ട്രമുണ്ടാക്കണമെന്ന് ഇസ്ലാമിലില്ല. ഞങ്ങൾക്കിപ്പോൾ കാശ്മീർ പ്രശ്നത്തിൽ 307 വകുപ്പ് എടുത്തു കളഞ്ഞ് മാത്രമേ എതിർപ്പുള്ളൂ. അവിടെ നിയമസഭ പുനഃസ്ഥാപിക്കുകയും അവർ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ പോലെ ജീവിക്കുകയും മലപ്പുറത്ത് മുസ്ലിങ്ങൾ മാതിരി കശ്മീരിൽ മുസ്ലിങ്ങൾക്ക് ജീവിച്ചൂടെ? എന്താ പ്രശ്നമുള്ളത്? പാകിസ്ഥാനേക്കാൾ സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി പാകിസ്ഥാനിൽ ഷിയാക്കളുടെ പള്ളിയിൽ ബോംബ് പൊട്ടുന്നു, സുന്നികളുടെ പള്ളിയിൽ ബോംബ് പൊട്ടുന്നു. ഇവിടെ RSSകാരൻ പള്ളിയിൽ ബോംബിടുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. എന്നോട് ആരൊക്കെ പറഞ്ഞ മക്ക മസ്ജിദ് ഇട്ടു, അതൊന്നും ഞാനൊരു വലിയ കാര്യമായിട്ട് കാണുന്നില്ല. പ്രാർത്ഥിക്കുന്നതിന് ഇവിടെ RSSകാരെ തടസ്സം സൃഷ്ടിക്കുന്നില്ല.